Hi friends, welcome to Amazing Cooking. ഞാൻ Manjusree. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രഷ് ഹോം മെയ്ഡ് വാട്ടർമെലൺ ജ്യൂസ് ആണ്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് വാട്ടർമെലൺ ഞാൻ ഇവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഫ്രഷ് മിന്റ് ലീവ്സ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് നാരങ്ങ നീര്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വാട്ടർമെലന്റെ കുരുവൊക്കെ മാറ്റി നല്ല ക്ലീൻ ആയിട്ട് കൊച്ചു കൊച്ചു പീസസ് ആക്കി എടുക്കണം. എന്നിട്ട് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വാട്ടർമെലൺ ഞാൻ കുരുവൊക്കെ മാറ്റി കൊച്ചു കൊച്ചു പീസായി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വാട്ടർമെലൺ പീസസ് മുഴുവനും ഞാൻ മിക്സി ജാറിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പുതിനയില ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നമ്മൾ വാട്ടർമെലന്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താൻ. അതേപോലെ നാരങ്ങ നീര് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് ജ്യൂസ് ആക്കി എടുക്കുക. നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാനിത് സെർവ് ചെയ്യുന്നതിനായിട്ട് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വാട്ടർമെലൺ പീസസ് വെച്ചിട്ട് ഞാനതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. 1 ഗ്ലാസ്സിലേക്ക് ഓരോ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. കുറച്ച് ഫ്രഷ് മിന്റ് ലീവ്സ് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇത് ഇഷ്ടപ്പെടും. സമ്മറിൽ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയ ഹെൽത്തി ആയ ഒരു ഡ്രിങ്ക് ആണ്. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.